ജീവിതം ദൈവം നമുക്ക് നൽകിയൊരു വിലപ്പെട്ട സമ്മാനമാണ്. പക്ഷേ പലപ്പോഴും നമ്മളതിനെ ശരിയായി അനുഭവിക്കുന്നില്ല. പുറത്തെല്ലാം ശരിയെന്ന പോലെ തോന്നുമ്പോഴും ഉള്ളിൽ എന്തോ ഒരു നിശബ്ദത. ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമ്മളെ തകർക്കും, ചിലത് നമ്മളെ മാറ്റും, ചിലത് നമ്മളെ പരിചയപ്പെടുത്തും. പക്ഷേ ഓരോ അനുഭവത്തിൻ്റെ പിന്നിൽ ഒരു നിശബ്ദമായൊരു ചോദ്യമുണ്ടാകും, ഇത് എന്നെ എന്തു പഠിപ്പിക്കുന്നുവെന്ന്. ഇന്ന് ആ അനുഭവങ്ങളെ ഓർമ്മകളായല്ല, അർത്ഥമായി കാണാനുള്ളൊരു യാത്രയാണ്. പക്ഷേ വലിയ വാക്കുകളോ തത്വചിന്തകളോ അല്ല. നമ്മളെല്ലാവരും ഉള്ളിൽ എപ്പോഴെങ്കിലും നിശബ്ദമായി ചോദിച്ചിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ദിവസങ്ങൾ തുടങ്ങുന്നു, ജോലി, ഉത്തരവാദിത്തങ്ങൾ, ഓട്ടം, ചിലപ്പോൾ സന്തോഷം, പിന്നെ വീണ്ടും ക്ഷീണം, രാത്രി ഉറക്കം, പിന്നെ അതേപോലെ അടുത്ത ദിവസം ആരംഭിക്കും. ഇതെല്ലാം മാറി മാറി വരുമ്പോൾ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു ശാന്തമായ ചോദ്യം ഉയരും, ഇതെല്ലാം എന്തിനാണ്? ഞാൻ എന്തിനാണ് ഇത്രയും ഓടുന്നത്? ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത്? ഈ ചോദ്യം പലപ്പോഴും നമ്മൾ അവഗണിക്കും. കാരണം ജീവിതം മുന്നോട്ട് പോകണം, ഉത്തരവാദിത്തങ്ങളുണ്ട്, സമയമില്ല. പക്ഷേ ആ ചോദ്യം ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല. ജീവിതം വെറും വ്യർത്ഥമെന്ന് പറയുമ്പോൾ അത് ജീവിതമില്ലെന്ന് പറയുന്നതല്ല, മറിച്ച് എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഒന്നും പിടിച്ചു നിർത്താനാകുന്നില്ല എന്നൊരനുഭവമാണ്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, വീണ്ടും അതുപോലെ തന്നെ വരുന്നു. കാറ്റ് വീശുന്നു, തിരിച്ചു പോകുന്നു, നദികൾ ഒഴുകുന്നു, പക്ഷെ സമുദ്രം ഒരിക്കലും നിറയുന്നില്ല. എല്ലാം ഒരു ചക്രം പോലെ തുടരുന്നു. ഇത് പ്രകൃതിയുടെ മാത്രം കഥയല്ല, മനുഷ്യൻ്റെ ഉള്ളിലെ കഥ കൂടിയാണ്. കാരണം നമ്മളും അതുപോലെ തന്നെയാണ്. പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, സ്വപ്നങ്ങൾ കാണുന്നു, ഓരോ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. പക്ഷേ ഓരോ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ കുറച്ച് സന്തോഷം, പിന്നെ ഉടനെ തന്നെ മറ്റൊരു ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഉള്ളിലൊരു ഭാഗം എപ്പോഴും ഒരു പൂർണ്ണത നിറയാത്തതുപോലെ തോന്നും. ഇവിടെ ഒരു വലിയ സത്യം പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. നമ്മൾ പുറത്താണ് എല്ലാം തേടുന്നത്, പക്ഷേ ആ തിരച്ചിൽ ഉള്ളിലൊരു ശൂന്യതയിൽ നിന്നാണ് തുടങ്ങുന്നത്. കൂടുതൽ കിട്ടിയാൽ ആ ശൂന്യത മാറുമെന്ന് തോന്നും, പക്ഷേ കിട്ടിയ ശേഷം അത് വീണ്ടും മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ജീവിതം ഒരു അവസാനമില്ലാത്ത ഓട്ടം പോലെ തോന്നുന്നു, ഒരു റേസ് പോലെ, ഒരിക്കലും ഫിനിഷിംഗ് ലൈൻ കാണാത്തൊരു യാത്ര പോലെ. പക്ഷേ ഇതെല്ലാം മനസ്സിലാകുമ്പോൾ ഒരു ഭാരം മാത്രമല്ല, ഒരു ഉണർവും വരുന്നു. കാരണം നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കുന്നതിന് പകരം സ്വീകരിക്കേണ്ട ഒന്നായി കാണാൻ ശ്രമിക്കുമ്പോൾ ഓരോ കാര്യത്തിനും ഒരു സമയമുണ്ട് എന്ന തിരിച്ചറിയൽ തുടങ്ങും. ജനിക്കാനൊരു സമയം, മരിക്കാനൊരു സമയം, ചിരിക്കാനൊരു സമയം, കരയാനൊരു സമയം, പണിയാനൊരു സമയം, തകർക്കാനൊരു സമയം. ഇത് കേൾക്കുമ്പോൾ അതൊരു കവിത പോലെ തോന്നും, പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു വലിയ സത്യമുണ്ട്. ജീവിതം നമ്മുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായി ഇല്ല എന്ന സത്യം. ഇത് മനസ്സിലാകുമ്പോൾ ഒരു ചെറിയ മാറ്റം ഉള്ളിലുണ്ടാകും. ഒന്നും ഈ ലോകത്ത് സ്ഥിരമല്ല. അപ്പോൾ നമ്മൾ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അതിനോടൊപ്പം നടക്കാൻ തുടങ്ങുന്നതാണ്. ജീവിതം മുഴുവൻ കേട്ടും പഠിച്ചും എഴുതിയതും എല്ലാം ഒടുവിൽ ഇതിലേക്കാണ് എത്തുന്നത്. ദൈവത്തെ ഭയപ്പെടുക, ബോധത്തോടെ ജീവിക്കുക, നിന്റെ പ്രവൃത്തികളിൽ സത്യസന്ധത പാലിക്കുക. കാരണം ഓരോ കാര്യത്തിനും ഒരവസാനം വരും, ഓരോ പ്രവൃത്തിക്കും ഒരർത്ഥമുണ്ടാകും. ജീവിതം പിടിച്ചു നിർത്താനുള്ള ഒന്നല്ല, അത് ബോധത്തോടെ ജീവിക്കേണ്ട ഒരു യാത്രയാണ്. ഞാൻ അഡ്വക്കേറ്റ് ജ്യോതി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഈ ചെറിയ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നന്ദി, ശുഭദിനം.